MRC തൊപ്പി മുങ്ങി, എറണാകുളം വിട്ടോ എന്നാണ് ഇപ്പോഴും പോലീസിന് സംശയം. ഈ MRC തൊപ്പി മുങ്ങിയിട്ട് എത്ര കാലമായി? എല്ലാം ആണ് എന്ന് പറഞ്ഞ് മുങ്ങിയൊരു മുങ്ങലാണ്, പിന്നെ പൊങ്ങിയിട്ടില്ല. പല പല കേസുകളുണ്ട്. ആ കേസിലൊക്കെ ഇനി മുൻകൂർ ജാമ്യത്തിന് പോകണം. അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തി മുങ്ങുന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയില്ലേ പോലീസുകാരി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അശ്ലീല ദൃശ്യം പ്രചരിപ്പിച്ച കേസ്, തൊപ്പി മുങ്ങി, തൊപ്പിക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ്, തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ പൂട്ടി, ശ്രീജിത്ത് പെരുമന കൊടുത്ത കേസുണ്ട്, ഹനാൻ ഷായുടെ കേസുണ്ട്. ഇതൊന്നും അല്ലാതെ മമ്മുവിനെ തൂക്കി, മമ്മുവിനെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹനാൻ്റെ ഒരു സ്റ്റോറി അങ്ങനെ കണ്ടപ്പോഴാണ് ഈ മമ്മുവിനെ പിടിച്ച കാര്യം പെട്ടെന്ന് ഞാൻ നോക്കിയത്. അപ്പോൾ എന്താണെങ്കിലും മമ്മു ഒരു 10-14 ദിവസം കിടക്കും. ഓക്കെ, ഇതിൽ ഹനാൻ ഷായുടെ സ്റ്റോറിക്കകത്ത് ന്യൂലി ആഡഡ് സെക്ഷൻസ് ഉണ്ട്. ബോത്ത് ആർ നോൺ ബെയിലബിൾ ആണ്. ഇവന് വക്കീലില്ല കേട്ടോ മമ്മൂന്. ഞാൻ അന്വേഷിച്ച മമ്മൂൻ്റെ വക്കീലിന് പകരം തൊപ്പിയുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന വക്കീലിനെ ഏൽപ്പിച്ചു മമ്മു, അല്ലെങ്കിൽ നമ്പർ കൊടുത്തു എന്നുള്ളതൊക്കെയാണ് മനസ്സിലായത്. മമ്മു വാസ് പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദി ഹോണറബിൾ CGM court and has been remanded to the സബ് ജയിൽ പെരിന്തൽമണ്ണ. മഞ്ചേരി പോലീസാണ് ബുക്ക് ചെയ്ത് പെരിന്തൽമണ്ണ സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും 10-14 ദിവസം കിടക്കും. അതിനിടയിൽ പോലീസുകാർ പറയിപ്പിക്കാനുള്ളതൊക്കെ പറയിപ്പിക്കും. ഈ കൂട്ടത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു പേടിയാണെങ്കിൽ ആദ്യം പെടാൻ പോണത് ഇവനാണ്, മമ്മുവാണ് എന്നുള്ളത്. കാരണം ഇവന് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വായ്ത്താളം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒളിവിൽ പോകാൻ സഹായിക്കാൻ ആരുമില്ല. എന്തിന് വക്കീലായിട്ട് പോലും ഒരാൾ ഇവൻ്റെ അറിവിലില്ല. അങ്ങനത്തെ ഒരു പഴമൊഴുങ്ങിയാണ് ഈ ബെടുവ. അതുകൊണ്ട് ആ കൂട്ടത്തിൽ പെടുകയാണെങ്കിൽ ഇവനാണ് ആദ്യം പെടുക എന്നുള്ളത് ഞാൻ ഓൾറെഡി ഉറപ്പിച്ചതാണ്. ഇതാണെങ്കിലും കുടുങ്ങി, പോലീസിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവൻ പറയും, ബാക്കിയുള്ളവരെയൊക്കെ വഴിയെ തൂക്കും. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് പോവാം. മീഡിയയിൽ ഇന്ന് വന്ന കുറേ ന്യൂസും പിന്നെ റാംബോ ഇതിനിടയിൽ ലൈവ് വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും. ഓക്കെ, ഞാനിത് റാംബോൻ്റെ ലൈവ് വീഡിയോ ഒരു സെപ്പറേറ്റ് കോണ്ടൻ്റ് ആക്കി ചെയ്യണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഇവരുടെയൊക്കെ കേസിൻ്റെ അപ്ഡേറ്റ് എന്താ, ഈ കേസൊക്കെ എവിടെ വരെ എത്തും. ഇതിന് മുമ്പും തൊപ്പിക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എന്താണ് റിസൾട്ട് എന്ന് അറിയണമല്ലോ, എന്താണ് വിഷയങ്ങൾ. ഇപ്പോഴുള്ള വിഷയം ഭയങ്കര സീരിയസ് ആണ്. ഇതിന് മുമ്പുണ്ടായ വിഷയങ്ങളെ പോലെ അല്ല കാര്യങ്ങൾ. അപ്പോൾ ഈ സീരിയസ് സാധനങ്ങൾക്ക് എങ്ങനെ സിസ്റ്റം ഇതിൻ്റെ പിന്നിൽ എഫേർട്ട് ഇടുന്നു എന്നുള്ളതൊക്കെ അറിയണമല്ലോ നമുക്ക്. അത് വന്നതിന് ശേഷം റാംബോൻ്റെയും കൂടി സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെങ്കിലും തൊപ്പി റിലേറ്റഡ് ആയിട്ട് 2 ദിവസമായിട്ട് വരുന്ന, ഇന്നലെയും ഇന്നുമായിട്ട് വന്ന ന്യൂസുകളിലൂടെ നമുക്കൊന്ന് പോയേക്കാം. ജാമ്യത്തിന് മുൻകൂർ ജാമ്യത്തിനടക്കം ശ്രമിക്കുമ്പോൾ അതിൽ കൃത്യമായ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ നൽകും. ഇയാളെ ഏത് രീതിയിൽ ഉള്ളതാണ്, ഈ യൂട്യൂബ് സമൂഹ മാധ്യമം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത്, എത്രത്തോളം ഒരു വഴിതെറ്റിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായ ഒരു റിപ്പോർട്ട് ഇത് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. എത്രത്തോളം അപകടകാരിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യമായ വ്യക്തമായ കാര്യമാണ്. കാരണം കൊച്ചു കുട്ടികളടക്കം ഇയാളെ ആരാധിച്ചിരുന്നുവെന്ന് പല കുട്ടികളുടെയും പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായതാണ്. അതായത് കഴിഞ്ഞ ഒരു 2 വർഷം മുൻപാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത്. തൊപ്പി ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയും അവിടെ നിരവധി കുട്ടികൾ തടിച്ചുകൂടുകയും ചെയ്തത്. തൊപ്പിയുടെ ഫാൻസ് ആണെന്ന് പരസ്യമായി പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു സമൂഹം വളർന്നു വരുന്നത് വലിയ അപകടകരമായിരുന്നു. മാത്രമല്ല, സാധാരണ ഇത്തരം സംഭവങ്ങളിലൊക്കെ അറസ്റ്റും നടപടിയും ഉണ്ടാകും. പോലീസ് ഈ രീതിയിലുള്ള നടപടികൾ, അതായത് യൂട്യൂബ് പൂട്ടിക്കുന്ന നടപടി ഉണ്ടാകാറില്ല. നമുക്കറിയാം, ഈ ഒരു മാസങ്ങൾക്ക് മുൻപ് തൊപ്പി തന്നെ പറഞ്ഞതാണ് താൻ ഇനി യൂട്യൂബ് ചാനലിലൂടെ വീഡിയോകളൊന്നും പ്രചരിപ്പിക്കില്ല, വീഡിയോകളൊന്നും ഇടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതുപോലെ ഇയാളുടെ ഒരു വരുമാന മാർഗമായിരുന്നു. കാരണം മുൻപ് ഇയാൾ ചെയ്തിട്ടുള്ള വീഡിയോകളെല്ലാം വീണ്ടും വീണ്ടും ഷെയർ ചെയ്യപ്പെടുകയും വ്യാപകമായ രീതിയിൽ പ്രതിമാസം ലക്ഷങ്ങൾ വരുമാനം ഇയാൾക്ക് കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് യൂട്യൂബിലൂടെ മാത്രം. സ്വാഭാവികമായും ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ജീവിതം കുത്തഴിഞ്ഞു പോകാൻ മറ്റ് സാഹചര്യങ്ങളൊന്നും വേണ്ട. കാരണം അമിതമായ രീതിയിൽ കയ്യിൽ പണം വരികയാണ്. ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു നെഗറ്റീവായി പ്രചോദനമാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പല യൂട്യൂബർമാരും പരീക്ഷിക്കുന്നത് അത് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞാൽ, അശ്ലീലം പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറലാവുകയും അങ്ങനെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും അത് ഒരു കുടുംബത്തിന് ഒന്നിച്ചിരുന്ന് കാണാൻ കഴിയാത്ത രീതിയിലേക്ക്
സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ മലീമസമാക്കുകയും ചെയ്യുന്ന രീതിയിൽ ഈ തൊപ്പിയെപ്പോലുള്ള ആളുകൾ ഇത് പരമാവധി ദുരുപയോഗം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇതൊരു മാതൃകാപരമായ നടപടിയാണ്, ഇതൊരു താക്കീതാണ്. ഇതുപോലെ വൃത്തികേട് പറയുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ ഇപ്പോഴത്തെ നടപടി? അല്ല, ഇവന്മാരെയൊക്കെ തൂക്കണം, അത് നിർബന്ധമാണ്. കാരണം ഇവന്മാർ കണ്ടന്റ് എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടിയതിലുപരി ഇവരാ വീട്ടിനകത്ത് ക്രിയേറ്റ് ചെയ്ത ഒരുതരം ടോക്സിക് എൻവയോൺമെൻ്റ് ഉണ്ട്. ഇതിനകത്ത് ലഹരി, പിന്നെ ഈ മാതിരി സംസാരങ്ങൾ, അങ്ങനത്തെ കുറേ വിഷയങ്ങൾ, അവാലടക്കം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞു, ലഹരി എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര സീനാണ്, അത് ബാക്കിയുള്ളതിനെ പോലെയൊന്നുമല്ല. സോ അതിൻ്റെ ഒരു ആസ്പെക്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവന്മാരെ ഡെഫിനറ്റ്ലി പിടിച്ച് തൂക്കി ഇവന്മാരെ കൊണ്ട് തത്തമ പറയിക്കുന്ന പോലെ എല്ലാം പറയിപ്പിക്കണം. എന്തൊക്കെയാണ് അവിടെ നടന്നത്, ഇവന്മാരുടെ ട്രാക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയിപ്പിക്കണം. ഇതൊക്കെ പറയുമ്പോഴും ഇന്നിപ്പോൾ ഒരു കാപ്പ ചുമത്തിയ ഒരുത്തൻ ജയിലിലിരുന്നുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഓന് ഫാൻസ് ഇല്ലേ ഇവിടെ? കള്ളനും കൊലപാതകിക്കും പീഡകനും വരെ ഇവിടെ ഫാൻസ് ഉണ്ട്, മനസ്സിലായോ? പിന്നെ കുട്ടികളായ തൊപ്പിയുടെ ഫാൻസ്, കുട്ടികൾ തൊപ്പി മാത്രം കാരണം കഴിഞ്ഞ 2 വർഷം കൊണ്ട് വഴിയേറ്റിയൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനത്തെ കൺസേൺ ഒന്നും ന്യൂസ് 18നോ അല്ലെങ്കിൽ ബാക്കി ചാനൽസിനോ വേണ്ട. നിങ്ങളുടെ തമ്മിലും നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം, മനസ്സിലായില്ലേ? അതുകൊണ്ട് അത്യാവശ്യം വ്യൂ കിട്ടാനും പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി ഇവിടെ എല്ലാവരും ചെയ്യലുണ്ട്. ആരും ഒട്ടും കുറവുള്ള ഐറ്റങ്ങളൊന്നുമല്ല. പിന്നെ ഇവൻ്റെ കേസിലേക്ക് വരുമ്പോൾ, തൊപ്പിയുടെ കേസിലേക്ക് വരുമ്പോൾ എഗെയിൻ കുട്ടികൾ എന്നുള്ളത് സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനത് എപ്പോഴും പറയും, ഇവൻ വൃത്തികെട്ടവനാണ്, വൃത്തികേട് കാണിച്ചിട്ടുണ്ട്, ആ വൃത്തികേടിന് ഇവനുള്ളത് ഇവന് കിട്ടണം. ഓക്കെ, പക്ഷെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടറായിരുന്നു തൊപ്പി എന്നുള്ളത് മാത്രം. ബാക്കിയുള്ള ഫാക്ടേഴ്സൊന്നും നിങ്ങൾക്ക് എന്താ കണ്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ തട്ടിക്കളയുകയാണ്. രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ് കുട്ടികൾക്ക് ഇവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ അവർ വളരുന്ന സാഹചര്യത്തിൽ കിട്ടുന്നില്ലേ? ഒരു ചുറ്റുപാടുള്ള പല ടോക്സിക് എൻവയോൺമെൻറ്റ്സ് ഇല്ലേ? എന്തിനിറങ്ങുന്ന സിനിമകളടക്കം എല്ലാം ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? കഥാപാത്രങ്ങളടക്കം അവർ പറയുന്നതും അവർ പ്രവർത്തിക്കുന്നതും ഒക്കെ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, കുറേ ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടർ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പിന്നെ അത് കുട്ടികൾ എന്നുള്ളതിൽ നിങ്ങൾ ഒതുക്കല്ലേ. ഞാൻ എഗെയിൻ എന്ന് പറയുന്നത് തൊപ്പിയുടെ വളർച്ചേൻ്റെ ഒരു മേജർ പങ്ക് വഹിച്ചിട്ടുള്ളത് കുട്ടികൾ ജീപ്പ് ചെയ്യൂടെ ഇത്രയും കാശ്. ജീപ്പ് ചെയ്യുന്നത് ആരാ നോക്കും? എൻ്റെ ലൈവിലും അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഈ അബ്രോഡ് ഇരിക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളാണ്. അതായത് നാട്ടിലെ വൈബ് മിസ് ചെയ്യുകയാണ്. നാട്ടിൽ നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ അങ്ങനെ 4 തെറി വിളിക്കും, കുറച്ച് അപരാധം പറയും. അങ്ങനെ ഒരു റോ ലെവലിൽ പോകുന്ന ഒരു നാട്ടും പുറത്തുനിന്ന് പെട്ടെന്ന് പ്രവാസ ലോകത്തേക്ക് പോയി അവർക്ക് ഇവൻ്റെ ലൈവ് വീഡിയോസിൽ ഈ അപരാധവും ഈ ക്രിഞ്ചും ഈ പറഞ്ഞ തുണിയില്ലാത്ത ചാടിക്കളിയും തെറിവിളിയൊക്കെ കാണുമ്പോൾ അവർക്കൊരു ഹരം. അവരിവനെ മൂപ്പിക്കാൻ വേണ്ടി വീണ്ടും ഈ കൂട്ടിലിട്ട കുരങ്ങന്മാർക്ക് ഇങ്ങനെ കാശ് എറിഞ്ഞു കൊടുത്തിട്ട് കളിക്കടാ എന്ന് പറയില്ല. ആ പരിപാടി കാണിച്ചത് ഇവിടുത്തെ പ്രവാസികളായിട്ടില്ല. ഞാൻ എല്ലാ പ്രവാസികളെയും പറയുന്നില്ല, ചിലർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൂട്ടം പ്രവാസികൾ ചെയ്തിട്ടുണ്ട്. കുട്ടികൾ മാത്രമൊന്നുമല്ല. ഓക്കെ, പിന്നെ ഇവിടുത്തെ സിസ്റ്റം, എത്ര കേസ് ഇതിനെതിരെ വന്നു. പലതും ഈ പറഞ്ഞ പോലെ ന്യൂസ് വാല്യൂവിന് വേണ്ടിയിട്ടും കണ്ടന്റ് വാല്യൂവിനും വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു കേസ് എന്നുള്ള രീതിക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. പലതും ഇറലവൻ്റ് ആയിരുന്നു ആ ടൈമിൽ. അപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള കേസുകൾ വന്ന സമയത്ത് ഒരു തോക്കിൻ്റെ കേസ് വന്നിരുന്നു. ഒരു ബസ്സുകാരനെതിരെ തോക്ക് ചൂണ്ടി, അതൊക്കെ ഭയങ്കര ട്രിഗറിങ് സാധനമായിരുന്നു എൻ്റെ. അതിലൊക്കെയാണ് അന്വേഷണം നടത്തേണ്ടതും വേണ്ടിയിരുന്നതും അല്ലെങ്കിൽ ആ ടൈമിൽ പറയേണ്ടിയിരുന്നതും ചെയ്യേണ്ടിയിരുന്നതും ഒക്കെ. ഞാൻ അന്നും വിമർശിച്ചിട്ടുണ്ട് തൊപ്പീനെ. അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്, അത് കൃത്യമായിട്ട് പോലീസ് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കറക്റ്റ് സമയത്ത് കൃത്യമായി ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ ഈ വിഷയം ദിസ് ഈസ് വെരി സീരിയസ്, ഭയങ്കര സീരിയസ് ആണ്. കാരണം പിടിച്ചു നിൽക്കാനും അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി. അപ്പം എന്നാൽ പിന്നെ ആ സാധനം വേറൊരു ഭീകര സാധനം വെച്ച് മറയ്ക്കാന്ന് പറഞ്ഞിട്ടാണ് ഷമീറിൻ്റെ ഐറ്റം കൊണ്ടുവന്ന് വിട്ടത്. പിന്നെ കേട്ടാണല്ലോ നമ്മൾ ഹനാൻ ഷാൻ്റെ വിഷയമൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ കേസിനൊക്കെ നടക്കണം. തൊപ്പി രാജ്യം വിടാതിരിക്കാനുള്ള എല്ലാ ശ്രമത്തിലും തന്നെയാണ് പോലീസ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറങ്ങാനായി തീരുമാനിച്ചിരിക്കുന്നത്. തൊപ്പിയുടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉടനെ തന്നെ, അധികം വൈകാതെ തന്നെ തൊപ്പിക്കെതിരായിട്ടുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച്
ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ച് തൊപ്പിയെ വിളിച്ചു വരുത്താനായിരുന്നു പോലീസ് ആദ്യം ശ്രമിച്ചത്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തൊപ്പി ചോദ്യം ചെയ്യാൻ ഹാജരായില്ല. പിന്നീടാണ് തൊപ്പി ഒളിവിൽ പോകുന്നത്. എന്നാലും പോലീസിന്റെ അന്വേഷണത്തിൽ, പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തൊപ്പിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് നാട് കടക്കാനുള്ള, വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടുതലായതിനാലാണ് പോലീസ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ തൊപ്പിയോടൊപ്പം തന്നെ തൊപ്പിയുടെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവരെയും മൊഴിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് വിളിപ്പിച്ചിരുന്നു. അവരും തൊപ്പിക്കെതിരെ പരാതിയൊക്കെ കൊടുത്തതാണ്. പക്ഷെ അവരും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ചിലപ്പോൾ അവർക്കെതിരെയും കേസെടുക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കും. കാരണം അവർ എന്ത് സാഹചര്യമൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളത്? ഫ്രണ്ട്സ്, ഏത് ഫ്രണ്ട്സ്? അതൊക്കെ തീർന്ന് ഇപ്പം ആകെ റാമ്പോ ഉണ്ടാവും. മുനു പിന്നെ തൊപ്പിയുടെ വഴിക്ക് പോകില്ല. പിന്നെ ഞാൻ മുനുവിനായിട്ട് കോണ്ടാക്റ്റിലുണ്ട്. റാമ്പോ കാണും, തൊപ്പി കാണും. അതിലും കൂടുതൽ റാമ്പോ, തൊപ്പി അല്ലാതെ പിന്നെ ആ ബെൽറ്റിലെവിടെ ഫ്രണ്ട്സ്? ബാക്കിയൊക്കെ ഇപ്പുറത്തെ സൈഡിലല്ലേ. ഷമീർ, പാമ്പ്, ജാസി, മമ്മു പിന്നെ പോലീസിൻ്റെ കയ്യിലായല്ലോ. അഷ്വാക്ക്, എഡിറ്റേഴ്സ്. അപ്പോൾ ഇവർ സഹകരിക്കും തോന്നുന്നുണ്ടോ? അപ്പോൾ നമ്മളെ പോലീസുകാരെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. കാരണം കൃത്യമായ ട്രാക്ക്, എനിക്ക് തോന്നുന്നത് തൊപ്പിയെ അടക്കം അവർ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. 1-2 ദിവസം കൊണ്ട് അന്ന് വാതിൽ പൊട്ടിച്ച് കയറിയ സീനൊന്നും ആയിരിക്കില്ല ഇപ്രാവശ്യം തൊപ്പീനെ കൈ കിട്ടിയ. അവർ നല്ല രീതിയിൽ സീനാക്കിയിട്ട് തന്നെ തൊപ്പീനെ കൊണ്ടുവരൂ, അല്ലെങ്കിൽ അതത് അങ്ങനെ ആയിരിക്കും മിക്കവാറും. എന്താണെങ്കിലും അങ്ങനെ പോലീസുകാർ വെറുതെ അങ്ങോട്ട് തന്നെ വിദേശത്തേക്ക് വിടാനോ അല്ലെങ്കിൽ ഇവൻ്റെ പാസ്പോർട്ട് മാത്രം കണ്ടു കെട്ടിയിട്ട് ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇട്ടിട്ടുണ്ടാവുക ഇവൻ ഇങ്ങനൊരു ട്രൈ നടത്തുന്നു എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണമല്ലോ പോലീസ്. ആൻഡ് ഇതേപോലത്തെ ഒരു കേസ് വരുന്നു. ഇത്രയും എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതിൽ തന്നെ വേറൊരാളുടെ നഗ്ന വീഡിയോ പ്രദർശിപ്പിക്കുന്നു. അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ നടക്കുമ്പോഴേ ഇവനെ ട്രാക്ക് ചെയ്യണ്ടേ. അല്ലാതെ അന്ന് വളിക്കേസിൽ ഇവനെ പിടിക്കാൻ ഓടിയ മാതിരി അങ്ങനത്തെ ചീഞ്ഞ കേസല്ലല്ലോ ഇത്. ആണോ? വളിപ്പാട്ട് പാടിയ ചീഞ്ഞ കേസല്ല ഇത്. ഇത് കുറച്ചും കൂടി ഗ്രാവിറ്റി കൂടിയ, സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, ലഹരി അടക്കം ഇൻവോൾവ് ആയിട്ടുള്ള, സ്ത്രീ വിഷയം അടക്കം ഇൻവോൾവ് ആയിട്ടുള്ള, പോക്സോ അടക്കം പറയപ്പെടുന്ന വിഷയങ്ങളുള്ള ഒരു സാധനമാണ്. അപ്പം അന്ന് മുതൽ ഇവനെ മോണിറ്റർ ചെയ്യുക, ഇവൻ എവിടെ പോകുന്നു, ആരൊപ്പം ഇരിക്കുന്നു, ആരൊക്കെ ഇവനെ സഹായിക്കുന്നു, ഇവൻ എവിടെയാണെന്നുള്ളത് മോണിറ്റർ ചെയ്യേണ്ടത് സിസ്റ്റത്തിൻ്റെയും കൂടിയും പണിയാണ്. ഓക്കെ, അപ്പോൾ പണിയെടുത്തോ ഇല്ല എന്നുള്ളതൊക്കെ 2 ദിവസം കൊണ്ട് അറിയാം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ സഹകരിക്കും, ഭയങ്കരമായിട്ട് സഹകരിച്ച് തന്നെ. യൂട്യൂബറും ലൈവ് സ്ട്രീമറുമായ തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള മമ്മു ഇപ്പോൾ മമ്മുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മലപ്പുറം മഞ്ചേരി പോലീസാണ് മമ്മുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ തൊപ്പി ഗ്യാങ്, അതായത് MRZ ഗ്യാങ് എന്ന് പറയുന്നത് ഒരു സമയത്ത് ഈ ലൈവ് സ്ട്രീമിങ്ങിലൊക്കെ വലിയ കാഴ്ചക്കാരുള്ള സംഘമായിരുന്നു. ഈ തൊപ്പി, മമ്മു, ജാസി, ഷമീർ എന്ന് പറയുന്ന ഈ 4 അംഗ സംഘം വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ കാഴ്ചക്കാരുള്ള ഒരു സംഘമായിരുന്നു. അതിനിടയ്ക്കാണ് ഈ സംഘം തമ്മിൽ തെറ്റിപ്പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ തൊപ്പി എന്ന് പറയുന്ന അയാളും അതോടൊപ്പം തന്നെ ഈ ബാക്കി വരുന്ന മമ്മു, ജാസി, ഷമീർ എന്നിവരും 2 വിഭാഗമായി തെറ്റിപ്പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം തൊപ്പിക്കെതിരെ ഈ 3 പേരും ഒരു 4 മണിക്കൂർ ലൈവ് സ്ട്രീമിംഗ് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനകത്താണ് ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്കെതിരെ, അതായത് ഇവരുമായി ബന്ധമില്ലാത്ത, ഇവരുടെ ഈ സംഭവങ്ങളിലൊന്നും തന്നെ ഉൾപ്പെടാത്ത പുറത്തു നിന്നുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള പരാമർശം നടത്തുന്നത്. അത് ലൈവ് സ്ട്രീമിങ്ങിലായിരുന്നു. അതായത് ഈ തൊപ്പി മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്ത ഈ വീഡിയോക്കകത്തായിരുന്നു ഇത്തരത്തിൽ ഇവരുമായി ബന്ധമില്ലാത്ത പുറത്തുനിന്നുള്ള ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ച് മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഗായകൻ ഹനാൻ ഷാ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. കാരണം ഈ ഹനാൻ ഷായുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ സുഹൃത്തിൻ്റെ ഒരു ഭാര്യയായിരുന്നു ഇത്തരത്തിൽ മോശമായ രീതിയിൽ ഇവർ പരാമർശം നടത്തിയിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ആണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ ഈ 4 അംഗ സംഘത്തിൽ നിന്നുള്ള ആദ്യ അറസ്റ്റാണ് ഇപ്പോൾ മമ്മുവിൻ്റെ അറസ്റ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മമ്മുവിനെ കണ്ണൂരിലെ വീട്ടിൽ നിന്നാണ് മലപ്പുറം മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഇന്ന് രാവിലെയോടെയാണ് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് 4ാം പ്രതിയാണ് ഈ മമ്മു. നിഹാൽ എന്ന തൊപ്പി, അതോടൊപ്പം തന്നെ ജാസി, ഷമീർ എന്നിവർ ഇനി പിടിയിലാകാനുണ്ട്. തൊപ്പി ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ മമ്മു
മമ്മു നേരത്തെ തന്നെ ഇത്തരത്തിൽ ചില വിവാദങ്ങളിലൊക്കെ പെട്ടിരുന്നു. ലൈവ് സ്ട്രീമിംഗ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ അടുത്ത വീട്ടിലെ ഒളിഞ്ഞു നോക്കിയെന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില പരാമർശങ്ങൾ നടത്തുകയും വിവാദങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതായിരുന്നു. അതിനുശേഷമാണ് ഈ നിഹാലും ഇവർ 3 പേരും തമ്മിൽ തെറ്റുന്നതും പിന്നീട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പ്രത്യാരോപണങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തൊപ്പിയെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ എന്ന പേരിൽ 4 മണിക്കൂർ നീണ്ട ഒരു ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്കെതിരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ മറ്റും നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ ആദ്യ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും ഉടൻ അറസ്റ്റിലാകുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഈ എന്താണെങ്കിലും പോലീസിൻ്റെ അടുത്ത് കംപ്ലീറ്റ് കാര്യങ്ങളും കൊട്ടിക്കൊടുത്തോളൂ. അതുകൊണ്ട് പോലീസിന് വലിയ പണിപ്പെടേണ്ട ആവശ്യമില്ല. ഇനി മമ്മൂനെ പിടിച്ച സ്ഥിതിക്ക് നിങ്ങൾ ആ ജാസീനെയും കൂടി പെട്ടെന്ന് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഷമീറിനെയും അസ്വാക്കിനെയും ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. കാരണം ഒരു കാര്യം ഉറപ്പാ, പാമ്പ് ജാസി പെട്ട പാമ്പ് എല്ലാവരും കിട്ടും വെക്കും. ഞാൻ എന്തായാലും പെട്ട് ഇഞ്ചൊക്കെ പെട്ട പറഞ്ഞിട്ട് വെക്കും. അപ്പോൾ നിങ്ങളെ ബാക്കിയുള്ള കഥയും കൂടി ജാസി പറഞ്ഞോളൂ. മമ്മു അതന്നെ അവസ്ഥ. മമ്മുവിന് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഏറെക്കുറെ എന്താണ് ഈ ലൈവിലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് കണ്ടന്റിനകത്തിരുന്നുകൊണ്ട് നമുക്ക് ചെജ്ജാ ഞാൻ അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കും ഞാൻ അത് മല മറയ്ക്കും എന്ന് പറയുന്ന പോലെയൊന്നും അല്ല. റിയാലിറ്റിയിൽ ഇരിക്കേണ്ടി വരും. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ കെട്ടി ജയിലിലേക്കും കൂടിയാണ് പോകുമ്പോഴേ കഥ വേറെയാണ് മോനെ എന്നുള്ളത് മനസ്സിലാക്കിയല്ലോ. മനസ്സിലായിട്ട് ഇനിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം പോക്കാൻ മമ്മു പുറത്തിറങ്ങി മര്യാദയ്ക്ക് ജീവിക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടാലൻ്റ് ഉണ്ട് ഇവനൊക്കെ. ഇല്ലയെന്ന് പറയില്ല. എന്ത് ടാലൻ്റ് അറിയോ? ഒരു റൂമിനകത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റിനകത്താണെങ്കിലും എന്ത് വേഷം കൊടുത്താലും ചെയ്യും. മനസ്സിലായില്ലേ? ഒരു വേറൊരു സാധനമുണ്ട് ഇവനൊക്കെ. എൻ്റർടൈൻമെൻറ്റ് എവിടേക്കോ ഉണ്ട്. പക്ഷെ അത് റോങ് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ തൊപ്പിയാവാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ തൊപ്പി നിങ്ങളെ നോക്കിയപ്പോൾ നിങ്ങൾ നിന്ന് കൊടുത്തു. അതുകൊണ്ട് മൂഞ്ചിയതാണ്. ഇപ്പോൾ എൻ്റെ ഒരു പടം എനിക്ക് തോന്നുന്നത് ഈ മമ്മു എങ്ങാണ്ട് ഒരു പടം അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ പടത്തിൻ്റെയൊക്കെ അവസ്ഥ എന്താണാവോ എന്തോ. എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ. ഇവനിപ്പോൾ ഈ ഒരു കേസ് മാത്രമാവാനുള്ള വഴി ഞാൻ കാണുന്നില്ല. ഈ മമ്മൂനെ ഹനാൻഷ കൊടുത്ത കേസിലാണ് മമ്മു തൂങ്ങിയത്. പക്ഷേ മമ്മൂന് റെയിൽവേ സ്റ്റേഷനിൽ RTOനോട് കാണിച്ചടക്കം റെയിൽവേ സ്റ്റേഷനിൽ അന്ന് TTRനോട് കാണിച്ച അടക്കം കുറേ വള്ളികൾ അവൻ ഇപ്പോഴത്തെ തൊപ്പി നോക്കിക്കോളും തൊപ്പി ചെയ്തോളും എന്ന് പറഞ്ഞ് ചെയ്തു വെച്ചതുണ്ട്. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് മമ്മൂക്കൂട്ടന് കിട്ടും. ഓക്കെ, അതുകൊണ്ട് മമ്മാണ്ടി എന്താണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറയും അല്ലെങ്കിൽ പറഞ്ഞിട്ട് എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ. മമ്മാണ്ടി തൂങ്ങി, അടുത്ത പാമ്പ് ജാസി തൂങ്ങും, അത് കഴിഞ്ഞിട്ട് ഷമീറിനെയും തൂക്കും, തൊപ്പീനെയും തൂക്കും, എല്ലാവരും ഇവർ തൂക്കും. പിന്നെ അവർക്ക് അറിയേണ്ടത് റവന്യൂ സോഴ്സ് ആയിരിക്കും. അവിടെയൊക്കെ കളിയും മാറും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം റാംബോ ചെയ്ത ഒരു ലൈവ് ഉണ്ട്. ആ ലൈവിനകത്ത് റാംബോ ഈ പാമ്പ് ജാസി ഒരു കാര്യം, അവൻ്റെ ഈ ജാസീൻ്റെ ഒരു ഫോണ് വിത്ത് 3000 റെക്കോർഡ്, ഇതാണ് തൊപ്പി അന്നും പറഞ്ഞു, ഇപ്പോൾ റാംബോം പറയുന്നു. ഒരു സാധനമുണ്ട്, അതായത് തൊപ്പിക്കെതിരെ ഇവർ പ്ലാനിങ് പ്ലോട്ടിങ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ ഫോണിനകത്തുണ്ട്. അതായത് ജാസി, ഷമീർ, അഷ്വാഖ്, 2 എഡിറ്റേഴ്സ്, മമ്മു, ഇവരൊക്കെ പ്ലാനിങ് പ്ലോട്ടിങ് നടത്തിയതിൻ്റെ സാധനങ്ങളുണ്ട് എന്നുള്ളത് റാംബോ അങ്ങോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് റാംബോ ലൈവിൽ 1-2 വോയിസ് ജാസിയുടെ പ്ലേ ചെയ്തു. ആ ജാസിയുടെ വോയിസ് പ്ലേ ചെയ്തതിൽ അതിനകത്ത് ഈ ഹനാൻഷ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു വലിയ യൂട്യൂബർ എന്നാണ് പറയുന്നത്. ഹനാൻഷ എന്ന് പറഞ്ഞൊരു പോർഷൻ വേറെ ഉണ്ട്. ഓക്കെ, തുടക്കത്തിൽ പറയുന്നുണ്ട്, പക്ഷെ അതൊരു ഇൻകംപ്ലീറ്റ് സാധനമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഈ ഒരു സാധനം, ഒരു വലിയ ഇൻഫ്ലുവൻസറിനെ 50 ലക്ഷം രൂപ കൊടുത്ത് വിഴിക്കാനുള്ള ഒരു പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം, ഇതിനകത്ത് എൻ്റെ പേര് ഒന്ന് വന്നു പോയിരുന്നു. ആ സാധനം ഞാൻ അതാണ് ഇവൻ്റെ ലൈവ് നിന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഈ പാമ്പ് ജാസിയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. പോലീസ് ഏത് വിഷയം ഇവരെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കേസിനും ഇവനാദ്യം പിടിച്ചുകൊണ്ടായിരിക്കും നല്ലത്, പാമ്പിനെ. കാരണം പാമ്പാണ് തുടക്കം. ഇതിൻ്റെ തുടക്കം മുതൽ പാമ്പിനെ അറിയാം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്ലാനിങ് പ്ലോട്ടിങ്ങിൽ പാമ്പുണ്ട്. അപ്പോൾ
ഈ ഒരു ഐറ്റം റാംബോ പ്ലേ ചെയ്ത് ഈ ഒരു സാധനം ഉണ്ട്, അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. എടാ ഈ വോയിസ് കേൾക്കണതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഇപ്പൊ ഇങ്ങനെ ഒരു അലിഗേഷൻ വരണമെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞതിന് 1 മാസം മുമ്പ് ഈ ഫോണിൽ നിന്ന് ഇവർ ഈ പ്രശ്നം തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ വീഡിയോ ചെയ്യണതിന് 1 മാസം മുമ്പുള്ള ഒരു വോയിസ് ആണിത്. അവരെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു വോയിസ് ആണ്. ഇതും കൂടെ നിങ്ങൾ കേട്ടോ. ഇനി അന്ന് പ്രശ്നം ഉണ്ടാവുന്നതൊക്കെ മുൻകൂട്ടി ഗണിച്ച വിദ്വാന്മാരാണ്. ഇതും കൂടെ കേട്ടോ. ഹലോ, ഞാൻ പറഞ്ഞില്ല, എന്റെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. 50 ലക്ഷം റുപ്യ തലക്ക് വെച്ച് കൊടുക്കും ഇവിടെ. 50 ലക്ഷം റുപ്യ ഒരു ഇൻഫ്ലുവൻസർ കംപ്ലീറ്റ് ഫോളോവേഴ്സ് അടക്കതാക്കി ഓനക്കെതിരെ വീഡിയോ ഇട്ട് നാട്ടിക്കാൻ വേണ്ടി 50 ലക്ഷത്തിന് മുകളിൽ പൈസ വരെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഒരു 1.5 മാസത്തിനുള്ളിൽ, ഞാൻ ഇങ്ങോട്ട് മുൻകൂട്ടി ഞാൻ പറയാം, 1.5 മാസത്തിനുള്ളിൽ വലിയൊരു പ്രശ്നം കേരളത്തിൽ മൊത്തം നടക്കാം. കേരളത്തിൽ നിന്നല്ല, ഒരു ഗ്യാങ്ങിന്റെ ഒരു സീനാണ്. ഗ്യാങ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഇൻഫ്ലുവൻസറും കാലുവാരുന്നതും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നടക്കും. അത് നിങ്ങൾക്ക് അപ്പം നടക്കും. അത് എന്താണെന്നൊന്നും ഞാൻ പറയില്ല, അങ്ങനെ പറയാൻ പറ്റൂല. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു വരിക എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റൂല. അത് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് നമ്മളെല്ലാം ഇറങ്ങിയിട്ട് തന്നെ ഉള്ളത്. അപ്പൊ പലതും നടക്കും. എനിക്ക് ബാധിക്കൊന്നുമില്ല. എനിക്ക് ഇങ്ങോട്ട് അടിക്കുമ്പോൾ തിരിച്ചടിക്കും, അത്ര തന്നെ. ഇനി നമ്മള് മുകളിൽ ആകാശം താഴെ ഭൂമി ഇല്ല. പിന്നെ തൊപ്പിക്കും വരും, തൊപ്പിനെതിരും വരും, തൊപ്പിയും കൊടുക്കും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതാ പറഞ്ഞ, അയക്കുന്ന മെസ്സേജ് ആയാലും എന്തായാലും നോക്കി ചെയ്തോ. അപ്പോ ഞമ്മക്ക് എന്ന് വെച്ചാല് ആരുടെ അയക്കണ്ട ചെയ്യണ്ടെന്നും പറയൊന്നുമില്ല. പക്ഷെ വരുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറയട്ടാടാ എന്ന് പറഞ്ഞ ഡേറ്റ് തരാം, ഡേറ്റ് തരാം, ഡേറ്റ് തരാം, ഡേറ്റ് തരാം, ഡേറ്റ് തരാം, ഡേറ്റ് തരാം, ഡേറ്റ് തരാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എടാ മുത്തേ, ആരടാ ഈ 50 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരുത്തനെ പൂട്ടിക്കാൻ വേണ്ടി PR വർക്ക് കൊടുക്കണ ആരടാ ഈ കൂട്ടത്തില്? ഓക്കെ, അതായത് ജാസിയുടെ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഫ്രണ്ടായിരുന്ന ജാസി പറ്റിച്ച ഒരു വ്യക്തി. ഈ വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്തതിൻ്റെ ഒരു വോയിസ് ഞാൻ അന്ന് തൊപ്പി ഷമീർ ഈ സീൻ ഉണ്ടായ സമയത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പാമ്പ് ജാസിയുടെ റിയൽ ഫേസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഉസ്താദുമാരുടെ ടീമിനെ നല്ല രീതിയിൽ 3G ആക്കി വിട്ടതാണ് ഈ പാമ്പ് ജാസി. ഈ ചെങ്ങായി ഇവൻ്റെ പിന്നാലെ പൈസയ്ക്ക് നടന്നിട്ടാണ് എൻ്റെ അടുത്തേക്ക് എത്തിയത്. ഞാൻ എന്നിട്ടത് മുന്നൂനോട് പറഞ്ഞ്, ഞാനത് തൊപ്പീനോട് പറഞ്ഞ്, അങ്ങനെ അതിലൊരു തീരുമാനം ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇവൻ കൺവിൻസിങ് സ്റ്റാർ പ്ലസ് പാമ്പാണ് ഇവൻ. അങ്ങനെ ആയതുകൊണ്ട് ആ ചെങ്ങായിനെ ഇവൻ കൺവിൻസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കൺവിൻസ് അല്ല, ഇതൊരുമാതിരി ത്രെട്ടനിങ് ആണ്. അതായത് നീ ഇനി എനിക്ക് മെസ്സേജ് അയക്കണ്ട, കാരണം കേരളത്തിൽ ഒരു വലിയ ഗ്യാങ് ഇഷ്യൂ നടക്കാൻ പോവാണ്, തൊപ്പിക്കെതിരെയും തൊപ്പി ഇറങ്ങും എന്നൊക്കെ പറഞ്ഞുള്ള സാധനം ഇവൻ പറയുന്നത്. ഇപ്പോൾ ഈ ഇഷ്യൂവിനെ കുറിച്ചാണ് 1.5 മാസം മുന്നേ. അത് ഒന്നാമത്തെ കാര്യം, ഇവർ പ്രിപ്പയർ ചെയ്യുന്ന തൊപ്പിനെ പറഞ്ഞിട്ടുണ്ട്, നമുക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ജാസി വന്ന് കയറി അന്ന് മുതൽ തൊപ്പീനെ അടിച്ചിടും, അല്ലെങ്കിൽ തൊപ്പി ആവണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ പിന്നെ ഓൻ്റെ മൈൻഡിൽ ആ സാധനം ഉണ്ടാവും. 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇതെല്ലാം ഞാൻ അടിച്ച് പിരിപ്പിക്കുന്നുള്ള മൈൻഡ് ഉണ്ടാവും ഓന് ഒന്ന്. പക്ഷേ ഈ 50 ലക്ഷത്തിൻ്റെ സാധനം എഗെയിൻ 50 ലക്ഷം എന്തിൻ്റെ കണക്കാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയ 50 ലക്ഷം വരെ കൊടുക്കാൻ ആളുണ്ട്, ഒരാളെ തകർക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ അടുത്ത് ആരെങ്കിലും അപ്രോച്ച് ചെയ്താൽ തൊപ്പിക്കിട്ട് കൊട്ടണം, അല്ലെങ്കിൽ ഇവരാരോടെങ്കിലും ഞങ്ങൾ തൊപ്പിക്കിട്ട് അടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഒരു കുറച്ച് പൈസ ഞാനും തരാം, തീർത്ത് കളഞ്ഞു എന്നുള്ളത്. തൊപ്പിനോട് അത്രത്തോളം വൈരാഗ്യമുള്ളവൻ ആരുടെ? 50 ലക്ഷം കൊടുത്തിട്ട് 50 ലക്ഷം വരെ കിട്ടാം, അല്ലെങ്കിൽ തലയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 50 ലക്ഷം വരെ കിട്ടാം എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു എക്സാജുറേറ്റഡ് കണക്കായിരിക്കുകയാണ് 50 ലക്ഷം. 50 ലക്ഷം കൊടുത്ത് തൊപ്പീനെ തകർക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഓന് വലിയ ക്രെഡിബിലിറ്റി ഒന്നുമില്ല. അങ്ങനെ തൊപ്പീനെ തകർത്ത് തിന്നാർക്കാണ് കയറി വരേണ്ടത്? തൊപ്പീൻ്റെ കണ്ടൻറ്റിലിരിക്കുന്ന വേറെ ആരാളുള്ളത്? അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ അതല്ല സീന്. ഇത് പാമ്പ് തന്നെ കാര്യം പറയണം. കാരണം ഈ പാമ്പായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല, തള്ളും, നല്ല നുണ പറയും, നല്ല രീതിയിൽ തള്ളും. അങ്ങനെ ഇപ്പോൾ ഈ സിനാരി ഞാൻ പറഞ്ഞുതരാം. ഈ പാമ്പ് സംസാരിക്കുന്ന ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾ കാശ് ഈ പാമ്പിന് കടം കൊടുത്തത് ചോദിക്കാൻ വേണ്ടി വിളിക്കുക. അതായത് ഞാൻ തന്ന കാശ് തിരിച്ചതാ, അല്ലെങ്കിൽ ഞാൻ ബിസിനസ്സിന് വേണ്ടി ഇറക്കിയ പൈസ ഇതിനെ പറ്റിച്ച പൈസ തിരിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ പാവം വിളിക്കുന്നത്. അപ്പോൾ ഇവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 50 ലക്ഷത്തിൻ്റെ കണക്കും ഒരു ഗ്യാങ് വാറും ഒരു കാണാത്തൊരു വേറൊരു ആൾ തൊപ്പിയെ തകർക്കാന്നൊക്കെയുള്ള ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് ഇവനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ആവൂടെ. കാരണം പാമ്പ് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, പാമ്പ് നുണ അറിയാനും വിഷം ചീറ്റാനും വേണ്ടി മാത്രമാണ് വായ ഉറക്കുന്നത്. പിന്നെ ഈ വ്യക്തിയോട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
ഈ വ്യക്തി എനിക്ക് ഓൾറെഡി എൻ്റെ കോൺടാക്റ്റിലുള്ള ഒരാളായതുകൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ട് പൈസ കിട്ടിയെന്ന് വെച്ചപ്പോൾ എവിടെയോ കുറച്ച് പൈസ കിട്ടിയെന്ന് പറഞ്ഞു, ബാക്കി കിട്ടാണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പേഴ്സണലി ഈ വിഷയങ്ങളിലൊന്നും ഇനി വോയിസ് വെക്കരുത് എൻ്റെ എന്നുള്ള റിക്വസ്റ്റ് അയാൾ തന്നിട്ടുണ്ട്. അത് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ അയാളോട് ഞാൻ ചോദിച്ചത് ഈ 50 ലക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞത് എന്താ സീനെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രോ എനിക്ക് സത്യത്തിലൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ ഞാൻ വിളിച്ച സമയത്തും എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ കൂടുതലായിട്ടും അവനോടൊന്നും ചോദിച്ചിട്ടില്ല. ഒരു കാര്യം ചോദിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ ആ ഫോണിൽ കാണുമല്ലോ 3000 റെക്കോർഡിനകത്ത് ഉണ്ടെങ്കിൽ അത് എടുത്ത് നോക്കിയാൽ മതി. എന്താണെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, അതായത് ഈ പാമ്പ് ആ ചെങ്ങായിനെ വിളിച്ചിട്ട് ഈ സാധനം 1.5 മാസം മുന്നേ പറഞ്ഞു എന്നുള്ളത് ഇത് കേട്ടവൻ കൺഫേം ആക്കിയിട്ടുണ്ട്. അത് ഞാൻ അവനോട് തന്നെ ചോദിച്ച് വെരിഫൈ ചെയ്ത കാര്യം. അപ്പോൾ റാംബോ ഈ സാധനം വെച്ചിട്ട് എന്താ പറയുന്നത്, റാംബോ കൊണ്ടുവരുന്ന ആംഗിൾ എന്താ അറിയോ, മേ ബി ഈ പറഞ്ഞ പോലെ ഹനാൻ ഷാ 50 ലക്ഷം കൊടുത്ത് തകർത്തോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ 50 ലക്ഷം കൊടുത്തിട്ട് തൊപ്പിയെ തകർക്കാൻ നോക്കിയോ, ഈ ഒരു സാധനത്തേക്കാണ് റാംബോ ഇത് എടുത്ത് കണക്ട് ചെയ്യാൻ നോക്കുന്നത്. എഗെയിൻ റാംബോനാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ജാസീനെയാണ് നമ്പണ്ട, മനസ്സിലായോ? കാശ് കൊടുക്കാനുള്ളവൻ കടം മേടിച്ച പൈസ തിരിച്ച് ആളാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവനെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഉൾട്ട കഥ അടിക്കുന്നതായിരിക്കും ഇതൊക്കെ. ഇത് സംഭവം ഇത് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഇതില് കുറെ സീക്രട്ട് ഏജന്റിന്റെ പേരൊക്കെ ഈ വോയിസില്, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു കോപ്പി ഞാൻ സീക്രട്ട് ഏജന്റിന് അയച്ചു തരാം. ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സജീർ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റ് ബ്രോ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ബ്രോയ്ക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും തെറ്റാണോയിരിക്കും, ബ്രോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ അയച്ചു തരാം. സജീർ ബ്രോ ഈ സീക്രട്ട് ഏജന്റ് ബ്രോ, സീക്രട്ട് ഏജന്റ് ബ്രോയ്ക്ക് അറിയായിരിക്കും. ജാസ്തി പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞ് സജീർ ബ്രോയെ കോൺടാക്ട് ചെയ്ത, അല്ല സീക്രട്ട് ഏജന്റ് ബ്രോയെ സായി ബ്രോയെ കോൺടാക്ട് ചെയ്ത വ്യക്തിയാണ് ഈ സജീർ എന്ന് പറയുന്നത്. സജീറിന്റെ അടുത്ത് പറഞ്ഞ വോയിസ് ആണിത്, മനസ്സിലായ? ഈ വോയിസിന്റെ അകത്ത് പറയണുണ്ട്, ഈ വോയിസിന്റെ അകത്ത് വ്യക്തമായിട്ട് പറയണുണ്ട് എന്തോന്ന് സീക്രട്ട് ഏജന്റ് ബ്രോയ്ക്ക് ഇവൻ ഈ പൈസ കൊടുക്കാനുള്ള കേസ് സജീർ എന്ന് പറയുന്ന വ്യക്തി സായി ബ്രോയെ വിളിച്ചതിന് ശേഷം ഇവര് സംസാരിക്കുന്നതാണ്. വിളിച്ച് അതിന് ശേഷം ഈ സജീർ പിന്നെ ഇവന്റെ ജാസിയുടെ ഉമ്മയെ വിളിച്ച് ഈ പൈസയുടെ കേസ് പറയണതിന്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ വോയിസ് ഞാൻ ബ്രോയ്ക്ക് അയച്ചുതരാം. പിന്നെ അവന്റെ ഉമ്മയെ വിളിച്ച് ഈ പൈസയുടെ കേസ് സജീർ വിളിച്ച് എന്തോ ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഇതിൽ അവസാനം പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് ബ്രോയുടെ കാര്യമാണ് പറയണത്. അതിനിടയ്ക്ക് സജീറിന്റെ അടുത്താണ് ഇവൻ പറയണത്, ഇത് കണക്ക് കേരളത്തിൽ ഒരു വലിയ പ്രശ്നം അടുത്ത മാസം നടക്കാൻ പോവുകയാണ്. ഒരു ഇൻഫ്ലുവൻസറിനെ തകർക്കാൻ വേണ്ടി 50 ലക്ഷം രൂപയുടെ PR വരെ കിട്ടുന്നുണ്ട്. ഇവിടെ ഓരോ ആൾക്കാർ ഓഫർ ചെയ്യുന്നുണ്ട്, മനസ്സിലായ? ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇത് പറയണത്. അപ്പം ബ്രോയ്ക്ക് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സജീർ എന്ന് പറഞ്ഞിട്ട് ബ്രോയെ ഒന്ന് കോൺടാക്ട് ചെയ്ത വ്യക്തിയുണ്ട്, അയാളെ നമ്പർ ഈ ഫോണിൽ കിടപ്പുണ്ട്, അയാളെ നമ്പർ വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ ഈ സജീറിനെ വിളിച്ച് ഇപ്പൊ ഈ കാര്യം വന്നപ്പം തന്നെ അവിടെ സജീറിനെ വിളിച്ച് കൺവിൻസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോണോ ഈ വോയിസോ ഞാൻ ബ്രോയ്ക്ക് പറയുന്നിടത്ത് ഞാൻ ബ്രോയ്ക്ക് തരാം ബ്രോ. ഞാൻ ഇത് എന്നെ വലിയ നല്ലവനാക്കി വൈറ്റ് വാഷ് ചെയ്യാനോ എന്റെ കൂടെ ആരും വൈറ്റ് വാഷ് ചെയ്യാനൊന്നുമല്ല. ഇങ്ങനെ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് 1 മാസം മുമ്പ്, ഈ പ്രശ്നം പറഞ്ഞതിന് 1 മാസമല്ല 2 മാസം മുമ്പ് പരസ്പരം സംസാരിച്ചിട്ടുള്ള കോളാണ്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസറിനെ തകർക്കാൻ വേണ്ടിയിട്ട് 50 ലക്ഷം രൂപയുടെ PR, മനസ്സിലായ? അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ഒരു ഗ്യാങ്ങിലുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, തൊപ്പിക്കും വരും, തൊപ്പിയുടെ കൂടെയുള്ള എല്ലാവർക്കും വരും. എന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ പറയുമ്പോൾ ഞാൻ തിരിച്ചു പറയും. ഇതെല്ലാം പറഞ്ഞേക്കണം നമ്മളെ കൂടെ നിന്ന് ഈ വെച്ചപ്പാമ്പെന്ന് പറഞ്ഞ ജാസിയാണ്. അപ്പൊ ഇത് ആര് PR ചെയ്തു, 50 ലക്ഷം രൂപയ്ക്ക് ആര് PR ചെയ്തൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതൊന്നും കണ്ടുപിടിക്കാൻ എനിക്ക് അത്രയ്ക്ക് പവറും കാര്യങ്ങളൊന്നുമില്ല. റാംബോ ഇത് എനിക്ക് ആ വോയിസ് കംപ്ലീറ്റ് അയച്ചു തന്നാൽ ഇന്നെക്കുറിച്ച് എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ എന്നോട് ദേഷ്യം കാണും പാമ്പിന്. കാരണം എന്താ അറിയോ, പാമ്പ് പൈസ കൊടുക്കാണ്ടായിട്ട് ആ പാവം എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാനാണ് ആ വോയിസ് എടുത്ത് പുറത്തിട്ടതും. അതിന് മുമ്പ് തന്നെ ഞാനിത് മുനവറിനോട് വിളിച്ച് പറഞ്ഞ് തൊപ്പീനെ അറിയിച്ച്, മനസ്സിലായോ? ഇവര് നല്ല രീതിയിലുള്ള തലവേദന ഇന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ അവരതാവും എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക, അല്ലാതെ നല്ല വേറൊന്നും പറയാൻ പോണില്ല. പക്ഷെ ഇങ്ങനത്തെയൊക്കെ നാറികൾ ഇനി എന്താ വരാതിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഇത് റാംബോ ആണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പറഞ്ഞത് പാമ്പാണ്, ജാസിയാണ്. ജാസി പറഞ്ഞത് എഗെയിൻ 2 തലയും അവൻ കത്തിക്കും, 2 തോണിയിലും അവൻ കാലിടും, മനസ്സിലായില്ലേ? തമ്മിലടുപ്പിക്കാനുള്ള എല്ലാ പണിയും നോക്കും. അങ്ങനെ ചെയ്യണ ഒരുത്തൻ പൈസ തിരിച്ചു ചോദിക്കാൻ വേണ്ടി വേറൊരുത്തൻ വിളിക്കുമ്പോൾ ഓനോട് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമോ? ഓനെ പേടിപ്പിക്കാനുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞു കൊടുക്കൂ? ഇവൻ്റെ ആവശ്യം എന്താ ജാസിൻ്റെ? ഈ പൈസ ചോദിച്ച് വിളിക്കണോ പിന്നെ മെസ്സേജോ കോളോ വിളിക്കാൻ പാടില്ല. കാരണം നാളെ ഇതേപോലൊരു അടിയോ പ്രശ്നം ഉണ്ടാകുമ്പോൾ മര്യാദയ്ക്ക് ആരും അറിയാതെ സോഷ്യൽ മീഡിയയിൽ വരാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ വോയിസോ സാധനങ്ങളോ പുറത്ത് വന്നാൽ നാട്ടിൽ അയാളും പെട്ടുപോകില്ല ഈ തീട്ട കേസിനകത്ത്. അപ്പോൾ
അത് പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കണക്കൊക്കെ പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു 50 ലക്ഷത്തിൻ്റെ ഓഫർ തൊപ്പിക്കെതിരെ ഏതെങ്കിലും ഒരാൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓഫർ വന്നത് ഇവൻ്റെ അടുത്ത് ആയതുകൊണ്ട് ആണല്ലോ ഇവൻ ഇത് മറ്റേയാളോട് പറഞ്ഞത്. അല്ലാതെ ഷമീർ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വേറെ ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞ ആരാ? ഇവനാണ്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ആ ഓഫർ എത്തണം. അതെങ്ങനെ എത്തി? ഇവൻ്റെ അടുത്ത് കൃത്യമായിട്ട് എന്താണെങ്കിലും തൊപ്പിക്കെതിരെ പ്ലാനിങ് പ്ലോട്ടിങ് ഇവന്മാർ കുറച്ച് കാലമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ക്ലിയറാണ്. പക്ഷെ 50 ലക്ഷത്തിൻ്റെ എവിടുന്ന് കൊടുത്തു, ആര് വന്നു എന്നുള്ളത് ഇവൻ തന്നെ പറയണ്ടേ? ഇവനല്ലേ ഈ കണക്കെടുത്തിട്ടെ. അപ്പോൾ അത് ആരാ എങ്ങനെയാണെന്നുള്ളത് ഈ പോലീസുകാർ ചോദിക്കുമ്പോൾ മാത്രമേ ജാസി പറയുമെന്നുണ്ടെങ്കിൽ ജാസി പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു പറഞ്ഞു. ഹനാൻ ഷായുടെ കേസിൽ ഇഫ് ഐ എം നോട്ട് റോങ് 1-ാം പ്രതി ഷമീർ ആയിരിക്കും, 2-ാം പ്രതിയുടെ സ്ഥാനത്തായിരിക്കും തൊപ്പി. ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഓർഡറിൽ മമ്മു ജാസി എന്ന് പറഞ്ഞ് പോവും. അഷ്വാക്ക് മിക്കവാറും കേസിലുണ്ടാവും, പക്ഷേ കയ്യും കാലും പിടിച്ചവരൊക്കെ രക്ഷപ്പെടുമായിരിക്കും. കാരണം ഓൻ അങ്ങ് എത്തുമ്പോൾ 4-5-ാമത്തെ പ്രതിയാണല്ലോ. പിന്നെ ഈ സീനിൽ വിസിബിളി പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു പ്രൊവോക്കേഷൻ ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ ഓൻ കഴിച്ചിലാവുമായിരിക്കും. മമ്മു എന്തായാലും സീനാണ്. മമ്മു പോയി. മമ്മുവിനെ നിങ്ങൾ നോക്കണ്ട, പോലീസുകാർ ബാക്കി നോക്കിക്കോളും. ജാസീനെയും തൂക്കും. പിന്നെ ബാക്കിയുള്ള ഷമീറായിരിക്കും. പിന്നെ ഷമീറിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഷമീർ കൊടുത്തൊരു കേസുണ്ട് തൊപ്പിക്കെതിരെ. തൊപ്പിക്ക് ഹനാൻ ഷായുടെ ഒരു കേസുണ്ട്. തൊപ്പിക്ക് ശ്രീജിത്ത് പണിക്കരുടെ ഒരു കേസുണ്ട്. അങ്ങനെ തൊപ്പിക്ക് കുറേയധികം കേസുകളുണ്ട്. തൊപ്പിക്ക് തീർത്താൽ തീരാത്ത സാധനങ്ങൾ അങ്ങനെ കിടക്കുന്നുണ്ട്. അതിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷമീർ ഇൻവോൾവ് ആവുന്ന അല്ലെങ്കിൽ ഇവരുടെ ഗ്യാങ് ഇൻവോൾവ് ആവുന്ന കേസുകളുണ്ട്. ഇപ്പോൾ ഹനാൻ ഷാ കൊടുത്ത കേസിൽ ഡെഫിനറ്റ്ലി ഇവരുടെ എൻറ്റയർ ഗ്യാങ് ഇൻവോൾവ് ആണ്. അങ്ങനെ ആകെ മൊത്തം ഇനി കുറച്ച് കോടതിയും കേസൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാം ഞങ്ങൾക്ക്. പ്രത്യേകിച്ച് അതിലും കൂടുതൽ ഇനി ലൈഫിൽ വേറെ പണികളൊന്നും ഉണ്ടാവില്ല. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നിയമം ഫുള്ള് പഠിച്ചിട്ട് അവന്മാർ ഇറങ്ങുമുണ്ടാവുള്ളൂ. അപ്പോൾ മുങ്ങിയ തൊപ്പീനെ ഇനി എന്നും കേരള പോലീസ് പൊക്കിക്കൊണ്ടെന്നുള്ളതിലെ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാനിരിക്കുന്നത്. എന്തായാലും മമ്മൂനെ തൂക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആരെയൊക്കെ തൂക്കും എന്നുള്ളത് കണ്ടറിയാം. പിന്നെ ഈ 50 ലക്ഷം കൊടുത്ത് തൊപ്പീനെ തീർക്കാൻ നോക്കിയ ആ ഒരു ആരടാ അത്? തൊപ്പി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആർക്കാ കയറണ്ടേ? അങ്ങനെയാണല്ലോ ഇരുത്തി. നീ നല്ല വളർന്നിരിക്കണമെന്ന് വെട്ടി വീഴ്ത്തിയിട്ട് അടുത്ത ആൾക്ക് കയറാനായിരിക്കുമല്ലോ അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത്. 50 ലക്ഷം അല്ലേ? ഓക്കെ, ഞാൻ എങ്ങനെ പറയുന്നത് ആ ജാസി ആയതുകൊണ്ടാണ് എനിക്ക് നമ്പണില്ല ഞാനത്. ഓക്കെ, അത് മറ്റേ ആൾ മെസ്സേജ് അയച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പ്ലാനിങ് ഉണ്ടല്ലോ. അപ്പോൾ 1.5 മാസം കൊണ്ട് അവനെ വീഴ്ത്തുന്നുള്ളത് ഇവർക്ക് അറിയാം, മനസ്സിലായോ? പക്ഷെ അതിനിടയിൽ കൂടി ഈ 50 ലക്ഷത്തിൻ്റെ കണക്കെന്താവും പറഞ്ഞിട്ടുണ്ടാവുക? പൈസ ഇവൻ മറ്റവന് കൊടുക്കാണ്ടല്ലോ. അപ്പോൾ മറ്റേ ചിന്തിച്ചാലോ, ഇനിയിപ്പോൾ 50 കിട്ടുന്നതിന് എനിക്ക് എന്തെങ്കിലും തന്നിട്ട് ഇന്നത് ഒഴിവാക്കുമെന്ന് ചിന്തിച്ച് കുറച്ച് നേരം മിണ്ടാതിരുന്നാലോ, അല്ലെങ്കിൽ പേടിച്ച് മെസ്സേജ് അയക്കാതിരുന്നാലോ. അതൊക്കെ പാമ്പിൻ്റെ ബുദ്ധി. നമ്മളെപ്പോഴും പാമ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പാമ്പ് ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് സംസാരിക്കണം, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം MRCയിൽ ഇനി എത്ര എണ്ണം പെടുന്നുള്ളത്.